ഹായ്, എൻ്റെ പേര് ആഷിഫ്. ഞാനൊരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റാണ്. ട്രിപ്പിൾ ഐയുടെ അക്കാഡമിക് ഹെഡാണ്. അല്ലേ, നിങ്ങൾ എന്താ സ്ക്രീനിൽ കാണുന്നത്? +1 വിത്ത് CS എന്ന് പറഞ്ഞാൽ കമ്പനി സെക്രട്ടറി കേട്ടിട്ടുണ്ടോ? സോ കമ്പനി സെക്രട്ടറി കോഴ്സ് എങ്ങനെ നമുക്ക് +1 കൂടെ തന്നെ പഠിച്ചു തുടങ്ങാം എന്നുള്ളതിനെ കുറിച്ച് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് ഈ കമ്പനി സെക്രട്ടറി കോഴ്സിനെ കുറിച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പറയുന്നത് നോക്കാം. അപ്പോൾ ആരാണ് ഈ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്? ICSA. ആരാണ്? ICSA ആണ് ഈ ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യ. എന്താണ്? ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യ, ICSA ആണ് ഈ ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. കാണുന്നുണ്ടല്ലോ അല്ലേ? ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റാറ്റ്യൂട്ടറി ബോഡി അണ്ടർ ആൻ ആക്ട് ഓഫ് പാർലമെൻറ്റ് അല്ലേ? സ്റ്റാറ്റ്യൂട്ടറി ബോഡി അണ്ടർ ആൻ ആക്ട് ഓഫ് പാർലമെൻ്റ് ആണ്. അണ്ടർ ദ ജുറിസ്ഡിക്ഷൻ ഓഫ് MCA എന്ന് പറയും. അണ്ടർ ഓഫ് ജുറിസ്ഡിക്ഷൻ ഓഫ് MCA എന്ന് പറയുമ്പോൾ പാർലമെൻറ്റിൽ സ്പെഷ്യലി ഒരു ആക്ട് പ്രകാരം ക്രിയേറ്റ് ചെയ്തൊരു ബോഡിയാണ്, ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ഇതിൻ്റെ ഒരു വിഷൻ നോക്കൂ: ടു ബി എ ഗ്ലോബൽ ലീഡർ ഇൻ പ്രൊമോട്ടിംഗ് ഗുഡ് കോർപ്പറേറ്റ് ഗവേണൻസ്. ദെൻ മിഷൻ എന്ന് പറയുന്നത് ടു ഡെവലപ്പ് ഹൈ കാലിബർ പ്രൊഫഷണൽ ഫെസിലിറ്റേറ്റിംഗ് ഗുഡ് കോർപ്പറേറ്റ് ഗവേണൻസ്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു മിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള കമ്പനീസ് അത് പാലിക്കേണ്ട നിയമങ്ങളൊക്കെ പാലിച്ച് അല്ലേ, അല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര പെനാൽറ്റിയും കാര്യങ്ങളൊക്കെ വരെ. അപ്പോൾ പാലിക്കേണ്ട നിയമങ്ങളൊക്കെ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്താനും, അതുപോലെ തന്നെ ഇതിൻ്റെ ഇൻഫർമേഷൻ, കമ്പനിയെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസൊക്കെ കറക്റ്റായിട്ട് എല്ലാവരിലോട്ടും എത്തിക്കാനും, അത് ഗവൺമെൻറ്റിലോട്ടായിക്കോട്ടെ, കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിലോട്ടായിക്കോട്ടെ, അതോറിറ്റീസിലോട്ടായിക്കോട്ടെ, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലായിക്കോട്ടെ. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഒരു കമ്പനി നടത്തി പോകണമെങ്കിൽ പല കാര്യങ്ങളും ചെയ്യാനുണ്ട്. അത് ലിസ്റ്റഡ് കമ്പനി ആകുമ്പോൾ കുറച്ചും കൂടെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് അല്ലേ? അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നിയമപ്രകാരം ചെയ്യുന്നു. ഒരു ഗുഡ് കോർപ്പറേറ്റ് ഗവേണൻസ് അവിടെ ഉണ്ട് എന്ന് ഉറപ്പാക്കാൻ പറ്റുന്ന ആൾക്കാർ കമ്പനി സെക്രട്ടറീസ് ആണ്. കാരണം അവർ പഠിക്കുന്നത് അത്തരം ടോപ്പിക്കുകളാണ്, അത്തരം വിഷയങ്ങളാണ് പഠിക്കുന്നത്. സോ കമ്പനി സെക്രട്ടറി എ കരിയർ വിത്ത് എൻഡ്ലെസ് ഓപ്പർച്യൂണിറ്റീസ്, ജോയിൻ CS കോഴ്സ് നൗ എന്നുള്ളതാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ പറയുന്നത്. നിങ്ങൾ വൈകിക്കരുത്, എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. കാരണം വേറൊന്നുമല്ല, നിങ്ങൾ ഏത് സ്ട്രീം ആയിക്കോട്ടെ ഈ കോഴ്സിലോട്ട് ജോയിൻ ചെയ്യാം. ആർട്സ് ആയിക്കോട്ടെ, സയൻസ് ആയിക്കോട്ടെ, കൊമേഴ്സ് ആയിക്കോട്ടെ, എല്ലാ സ്റ്റുഡൻസിൽ നിന്നും, എല്ലാ കാറ്റഗറി ഓഫ് സ്റ്റുഡൻസിനും പഠിക്കാൻ പറ്റുന്നൊരു കോഴ്സാണ്. ദെൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരിക്കലും എന്താണ്, നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ വന്ന് പഠിക്കണമെന്നോ അങ്ങനെയൊന്നും പറയുന്നില്ല. നിങ്ങൾക്ക് ഏത് രീതിയിലും പഠിക്കാം. ഇപ്പോൾ ട്രിപ്പിൾ ഐയുടെ ലൈവ് അല്ലെങ്കിൽ റെക്കോർഡഡ് സെഷൻസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈ കോഴ്സ് പാസ്സാവാൻ പറ്റും എന്നുള്ളതാണ്. ദെൻ ഹൈ അല്ലേ ഓപ്പർച്യൂണിറ്റീസ് ആണ്. ഇനി എംപ്ലോയ്മെൻറ്റിലുണ്ട് 2 ഓപ്ഷനാണ് നമുക്കുള്ളത്. എംപ്ലോയ്മെൻറ്റ് ചെയ്യാം, പ്രാക്ടീസ് ചെയ്യാം. രണ്ടിലും ഹൈ ഓപ്പർച്യൂണിറ്റീസ് ആണ്. അട്രാക്റ്റീവ് റെമ്യൂണറേഷൻ ആണ്. ഹൈ ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളൊരു കോഴ്സാണെന്നുള്ളതാണ്. ഇത് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സൈറ്റിൽ നിന്ന് തന്നെ ഉള്ളതാണ് ഈ ഒരു കോഴ്സിൽ പറയുന്നത്. അതുമാത്രമല്ല, ഇതൊരു PG കോഴ്സായിട്ട് PG കോഴ്സ് എന്താണ്, ഗ്രാജുവേറ്റ് ഡിഗ്രി ആയിട്ടും ഇതിനെ കൺസിഡർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. സോ ജേർണി ഫ്രം എ സ്റ്റുഡൻറ്റ് ടു കമ്പനി സെക്രട്ടറി ആവണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? CS എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റ് പാസ്സാവണം. ദെൻ എക്സിക്യൂട്ടീവ് പാസ്സാവണം. അതിൽ 7 പേപ്പർ ഉണ്ട്. പ്രൊഫഷണൽ പ്രോഗ്രാമിൽ ഒരു 7 പേപ്പർ. അങ്ങനെ 3 സ്റ്റേജുകളായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ പഠനം ഉണ്ടാവുന്നത്. പിന്നെ നമുക്കൊരു 18 മന്ത്സോളം ഇതിൻ്റെ ഒരു ട്രെയിനിങ് പീരീഡ്, 21 മന്ത്സോളം ഇതിൻ്റെ ഒരു ട്രെയിനിങ് പീരീഡ് ഉണ്ട്. നമ്മളൊരു കമ്പനി സെക്രട്ടറിയുടെ ആക്ച്വൽ വർക്ക് കാണണം, അത് പഠിക്കണം, അത് ചെയ്യണം. അങ്ങനെ ഒരു സംഭവമുണ്ട്. ദെൻ പ്രീ മെമ്പർഷിപ്പ് വേറൊരു ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. പിന്നെ മെമ്പർഷിപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രൊവൈഡ് ചെയ്യും. മെമ്പർഷിപ്പ് ആക്കുക മാത്രമല്ല അതിനുശേഷം ഈ പ്രൊഫഷണലിൽ എന്തൊക്കെ ഡെവലപ്മെൻ്റ് ഉണ്ടോ അതിൻ്റെ ട്രെയിനിങ് സെഷൻസും അതിൻ്റെ സെമിനാർസും കാര്യങ്ങളൊക്കെ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യ പ്രൊവൈഡ് ചെയ്യാറുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത് കോഴ്സ് തുടങ്ങിയാൽ പിന്നെ നിങ്ങൾ കമ്പനി സെക്രട്ടറി ഒരുപാട് സർവീസസുകൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ 2ാമത്തെ സ്റ്റേജ് ആയിട്ടുള്ള എക്സിക്യൂട്ടീവ്, ദെൻ 3rd സ്റ്റേജ് ആയിട്ടുള്ള പ്രൊഫഷണൽ ലെവൽ, ഇതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഇവിടെ പറയുന്നില്ല. നമ്മളിവിടെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നതിൻ്റെ എൻട്രൻസ് ടെസ്റ്റ്, നിങ്ങൾക്ക് +2 കൂടെ +1 കൂടെ പഠിക്കാൻ പറ്റിയ CS എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റിനെ കുറിച്ചായിരിക്കും നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അതിൻ്റെ എലിജിബിലിറ്റി എന്ന് പറഞ്ഞാൽ +2 പഠിക്കുന്ന കുട്ടികളായാൽ മതി അല്ലേ. നിങ്ങളിത് രജിസ്റ്റർ ചെയ്ത് ഒരു 15 ഡേയ്സിൽ നിങ്ങൾക്ക് ഇതിന് എക്സാം എഴുതാൻ പറ്റും. അപ്പോൾ 10th അപ്പിയർ, +2 അപ്പിയർ ചെയ്തിട്ടുള്ള ആൾക്കാരായിരിക്കണം എന്നുള്ളതേ ഉള്ളൂ. 4 അറ്റംപ്റ്റ് ഉണ്ട് നിങ്ങൾക്കൊരു വർഷം അല്ലേ. മെയ് അറ്റംപ്റ്റ്, ജൂലൈ, നവംബർ, ജാൻ. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. ഈ അറ്റംപ്റ്റ് രജിസ്റ്റർ ചെയ്യേണ്ട ഡേറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ജസ്റ്റ് 15 ഡേയ്സ് ബിഫോർ ദ എക്സാം അല്ലേ. ജസ്റ്റ് 15 ഡേയ്സ് ബിഫോർ ദ എക്സാം ആണ്. അടുത്ത അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യം, ഇതിന് ഗവൺമെൻറ് ഫീസ് അല്ലെങ്കിൽ ICSAയിലോട്ട് അടക്കേണ്ട ഫീസ് വളരെ ചെറിയ ഫീസാണ്. വെറും 2000 റുപ്പീസേ ഉള്ളൂ. 4 പേപ്പറേ നിങ്ങൾക്ക് ഇതിൽ പഠിക്കാനുള്ളൂ. എവിടെ?
for CS seat, business communication, legal aptitude and logical reasoning, economic and business environment, current affairs and quantitative aptitude. ഇത്രേ നിങ്ങൾക്ക് ഈ ഒരു പേപ്പറിൽ പഠിക്കാനുള്ളൂ. അപ്പോൾ ഈ ഒരു കോഴ്സ് ട്രിപ്പിൾ എങ്ങനെയായിരിക്കും നിങ്ങൾക്ക് +1 കൂടെ ഇത് പഠിക്കാൻ പറ്റുക എന്നുള്ളതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ CS സീറ്റിൻ്റെ ഒരു ഓവർവ്യൂ, എന്താണ് CS, എന്താണ് CS സീറ്റ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിക്കാണ്. നമ്മൾ ആൾറെഡി ഇത് കവർ ചെയ്തു അല്ലേ. ദെൻ +1 +2 കമ്പാരിസൺ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, +1 +2 ഏതെങ്കിലും ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ ടോപ്പിക്സ് നമുക്ക് ഇതിൽ പഠിക്കാനുണ്ടോ എന്നുള്ളതാണ്. അത് നമ്മൾ പറയുന്നതായിരിക്കും. ഏതൊക്കെ ആൾക്കാരാണ്, ഏതൊക്കെ ഫാക്കൽറ്റീസാണ് നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ എടുക്കുന്നത് എന്നുള്ളത് നമ്മൾ പറയുന്നുണ്ടാവും. സ്റ്റഡി പ്ലാൻ എങ്ങനെയായിരിക്കും നിങ്ങൾക്ക് തരുന്നുണ്ടാവുക, എക്സാംസ് എങ്ങനെയായിരിക്കും എന്നുള്ളത് നമ്മളിവിടെ കവർ ചെയ്യുന്നുണ്ടാവും. റെക്കോർഡഡ് ക്ലാസ് എങ്ങനെയായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവുക എന്നുള്ള കാര്യം നമ്മൾ പറയുന്നുണ്ടാവും. ദെൻ അതർ സർവീസസ് ലൈക്ക് മെൻറ്റർഷിപ്പ്, പിന്നെ എന്താണ് വർക്ക് ബുക്ക് എന്നൊക്കെ നമ്മൾ ഈ ഒരു ഇതിൽ ഡിസ്കസ് ചെയ്യും. സോ CS സീറ്റ് ഓവർവ്യൂ നമ്മൾ പേപ്പർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതൊക്കെ സബ്ജക്റ്റാണ്. സോ നമ്മുടെ വീഡിയോസ് എന്ന് പറയുന്നത് നോക്കൂ, ടോട്ടലി 87 ഹവേഴ്സേ ഉള്ളൂ. ഓരോന്നും ഉള്ള ഹവേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. വളരെ കുറച്ചേ ഉള്ളൂ നമുക്ക് പഠിക്കാൻ. സോ +1 +2 കൂടെ നിങ്ങളിത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ റിലാക്സ് ചെയ്ത് പഠിക്കാം. നിങ്ങൾക്ക് കുറച്ചും കൂടെ പ്രൊഫഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് എക്സാമിന് വരിക എന്നുള്ളത് മനസ്സിലാക്കാം. പ്രൊഫഷണൽസിൻ്റെ, കമ്പനി സെക്രട്ടറീസിൻ്റെ, ചാർട്ടേഡ് അക്കൗണ്ടൻസിൻ്റെ ഒക്കെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കേൾക്കാം. ഇതൊക്കെയാണ് അതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ. ഓരോ പേപ്പറും 50 മാർക്ക് വെച്ചിട്ടാണ് എക്സാം. സോ ടോട്ടലി 200 ആണ്. MCQ ആണ് എക്സാം. പാസ് മാർക്ക് എത്രയാണ്? ഓരോന്നിനും 40%, അതായത് 20 മാർക്സ് ആണ് പാസ് മാർക്ക്. 4 × 20 എത്ര വരും? 80 മതിയോ? പോരാ, എത്ര വേണം? 100 മാർക്ക് ജയിക്കാൻ വേണം. കാരണം ഇൻ അഗ്രിഗേറ്റ് 4 പേപ്പറും കൂടെ 100 മാർക്സ് വേണം. 4 പേപ്പറും കൂടെ എത്ര വേണം? 100 മാർക്സ് വേണം എന്നുള്ളതാണ്. പക്ഷെ പേടിക്കാനൊന്നുമില്ല, ഹൈ പാസ് റേറ്റാണ് അല്ലേ. 70 ഒരു പ്രൊഫഷണൽ എക്സാമിൻ്റെ എൻട്രൻസിന് 100 പേരെ എഴുതി 75 പേരും പാസ്സാവുക, 75 കൂടുതൽ ആളുകൾ പാസ്സാവുക. ട്രിപ്പിളിൻ്റെ ഒരു ചരിത്രം നോക്കിയാൽ നമുക്കൊരു 85 എബോവ് തന്നെ വരാറുണ്ട്. 85 എബോവ് തന്നെ വരാറുണ്ട്. അപ്പോൾ ഹൈ പാസ് റേറ്റ് ഉള്ള ഒരു എക്സാമാണ്. നമ്മുടെ +2 എക്സാം എഴുതി +2 റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ CS സീറ്റിൻ്റെ റിസൾട്ട് വന്ന് പാസ്സായ ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളതാണ്. നമ്മുടെ കഴിഞ്ഞ തവണത്തെ വർഷങ്ങളിലൊക്കെ നമ്മുടെ കൂടെ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് പേരുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ദെൻ കോഴ്സ് ആൻഡ് എക്സാം രജിസ്ട്രേഷൻ ഞാൻ നേരത്തെ പറഞ്ഞു, വളരെ ചെറിയൊരു ഫീസാണ് കോഴ്സ് ഫീസ് ഫോർ CS സീറ്റിൻ്റെ ബോഡിയിലടക്കാനുള്ള, CS-ൻ്റെ ബോഡിയിൽ ICSIയിൽ അടക്കാനുള്ളത്. അതിന് പുറമെ നിങ്ങൾ കോച്ചിങ് ഫീസും കൂടെ അടക്കേണ്ടി വരും എന്നുള്ളതാണ്. അതിൻ്റെ രജിസ്റ്റർ ഒരു 15 days ബിഫോർ ദ എക്സാം. പിന്നെ ഇതിന് വേണ്ട സ്കിൽ സെറ്റ്, എന്തൊക്കെ സ്കില്ലാണ് വേണ്ട, വായിക്കുക അത്യാവശ്യം. ഇതൊരു തിയറി ബേസ്ഡാണ്, കൂടുതലും തിയറിയാണ് നിയമങ്ങളാണ് പഠിക്കാനുള്ള. സോ കോൺസെപ്ച്വൽ ക്ലാരിറ്റി അത്യാവശ്യം നിങ്ങൾ വായിക്കണം. ദെൻ ലീഗൽ ലോജിക്കൽ തിങ്കിങ് എന്നുള്ള ആ ഒരു സ്കില്ല് നമ്മൾ എന്ത് ചെയ്യണം, ഡെവലപ്പ് ചെയ്യണം. ജനറൽ ഒരു അവയർനെസ് ഉണ്ടായിരിക്കണം, ജനറൽ ആയിട്ടുള്ള ഒരു അവയർനെസ് ഉണ്ടായിരിക്കണം ബിസിനസ്സിനെ കുറിച്ച്, കമ്പനികളെ കുറിച്ച് ഒക്കെ. ദെൻ ടൈം മാനേജ്മെൻറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻ്റ് അല്ലേ. നമ്മൾ പഠിക്കുന്നതാണെങ്കിലും എക്സാം എഴുതുന്നതാണെങ്കിലും ഒക്കെ നമുക്കൊരു ടൈം മാനേജ്മെൻറ്റ് നമ്മളൊരു ഡെവലപ്പ് ചെയ്യേണ്ട സ്കില്ലാണ്. ദെൻ അത്യാവശ്യം പ്രാക്ടീസ് ചെയ്യാം, മോക്ക് ടെസ്റ്റുകൾ എഴുതുക. ദെൻ ഒരു പ്രൊഫഷണലിന് വേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 സ്കിൽസാണ് ഡിസിപ്ലിൻ ആൻഡ് കൺസിസ്റ്റൻസി. അത്യാവശ്യം ഡിസിപ്ലിൻ ആവുക, കൺസിസ്റ്റ്. അപ്പോൾ നിങ്ങളിപ്പോൾ +1 കൂടെ തന്നെ ഇത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് നേരത്തെ തന്നെ ഇതിലോട്ടൊക്കെ വരാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ. സോ ആരൊക്കെയായിരിക്കും നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നുണ്ടാവുക? ബിസിനസ് കമ്മ്യൂണിക്കേഷൻ എടുക്കുന്നുണ്ടാവുക ലക്ഷ്മി മാമും അനുപം സാറും ആയിരിക്കും. ലീഗൽ ആപ്റ്റിറ്റ്യൂഡ് കമ്പനി സെക്രട്ടറി ആയിട്ടുള്ള CS ആയിട്ടുള്ള ഹൃതിക മാമും, അതുപോലെ തന്നെ C ആയിട്ടുള്ള അഖില മാമും ആയിരിക്കും. ലോജിക്കൽ റീസണിങ് നിങ്ങൾക്ക് എടുക്കുന്നുണ്ടാവുക വിഷ്ണു സാറായിരിക്കും. എക്കണോമിക്സ് അഗെയിൻ ലക്ഷ്മി മാമിൻ്റെ ക്ലാസ്സും അനുപമ മാമിൻ്റെ ക്ലാസ്സും നിങ്ങൾക്ക് ഉണ്ടാവും. ബിസിനസ് എൻവിറോൺമെൻറ്റ് എടുക്കുന്നത് കമ്പനി സെക്രട്ടറി ആയിട്ടുള്ള ഹൃതിക മാം ആയിരിക്കും. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് നിങ്ങൾക്ക് എടുക്കുന്നുണ്ടാവുക വിഷ്ണു സാറായിരിക്കും എന്നുള്ളതാണ്. റെക്കോർഡഡ് ക്ലാസ് ആയിരിക്കും നമ്മൾ പറഞ്ഞു അല്ലേ. നിങ്ങൾക്കിത് കുറച്ച് ക്ലിയർ ആയിട്ട് കാണുന്നില്ലേ? സ്റ്റുഡിയോ എന്ന് എടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ സ്റ്റുഡിയോ എന്ന് എടുത്തിട്ടുള്ള അത്യാവശ്യം ക്ലാരിറ്റി ഉള്ള നല്ല ക്വാളിറ്റി ഉള്ള വീഡിയോസ് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. സ്റ്റുഡിയോ ബേസ്ഡ് ആണ്. ട്രിപ്പിൾ ആപ്പ് വഴിയാണ് നിങ്ങൾക്കത് ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവുക. അതിൽ സബ്ജക്റ്റ് വൈസ്, ചാപ്റ്റർ വൈസ്, ടോപ്പിക് വൈസ് ആയിട്ടായിരിക്കും നമ്മുടെ റെക്കോർഡിങ്സ് ഒക്കെ നിങ്ങൾക്ക് സ്ട്രക്ചർ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാനൊക്കെ എളുപ്പമുള്ള രീതിയിലാണ് അത് സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത്. ദെൻ അട്രാക്ഷൻസ് നമ്മൾ ആൾറെഡി പറഞ്ഞു, MCQ ബേസ്ഡ് ആണ്, നോ നെഗറ്റീവ് മാർക്സ് ആണ്. നമ്മൾ ട്രിപ്പിൾ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള രജിസ്ട്രേഷനും അതുപോലെ എക്സാമിൻ്റെയും ഒക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. എക്സാം എഴുതാനല്ല എക്സാം പ്രാക്ടീസ് ചെയ്യാനുള്ള ഹെൽപ്പ് ഉണ്ടാവും. പിന്നെ ഒരു വർഷം 4 സെഷൻസ് ഉണ്ടെന്നുള്ളത്. അപ്പം മറ്റ് പ്രൊഫഷണൽ കോഴ്സുകളെ സംബന്ധിച്ചിടത്തോളം ഇതിനുള്ളൊരു ബെനിഫിറ്റ് അതാണ്. മറ്റ് പ്രൊഫഷണൽ കോഴ്സുകൾക്കൊന്നും ഇത്രയും അറ്റംപ്റ്റുകളൊന്നുമില്ല. അപ്പോൾ ഇത് നമുക്ക്, ആൻഡ് ഫീസ് ഈസ് വെരി ലെസ്. പിന്നെ +1 +2 കമ്പാരിസൺ. അപ്പോൾ നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇവിടെ ടിക്ക് മാർക്കാണ്. അപ്പോൾ ഇത് +1, ഇത് +2. അപ്പോൾ +2 കവർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് നേരെ നിങ്ങൾക്ക്
ടിക്ക് മാർക്ക് ഉണ്ടാവും, അല്ലെങ്കിൽ +1 ആണെങ്കിൽ +1 ഉണ്ടാവും. ടിക്ക് മാർക്ക് ഇല്ലാത്ത ഏരിയയുടെ അർത്ഥം നിങ്ങൾ അഡീഷണലി പഠിക്കണം എന്നുള്ളതാണ്. +2നും +1നും +2 അല്ലാതെ അഡീഷണലി പഠിക്കേണ്ട കാര്യം വളരെ കുറച്ചേ ഉള്ളൂ. ടോട്ടലി 87 അവേഴ്സ് അല്ലേ ഉള്ളൂ ആ ക്ലാസ്. അപ്പോൾ ഇതാണ്. ഇപ്പോൾ എക്കണോമിക്സിൻ്റെ കേസിലാണെങ്കിൽ ഒരുപാട് ഏരിയ +2 കവർ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ചില കാര്യങ്ങൾ +1 ചില കാര്യങ്ങൾ +2 എന്നുള്ളത് മനസ്സിലാവും. ദെൻ ബിസിനസ് എൻവിറോൺമെൻറ്റ് ആണെങ്കിലും കുറച്ചൊക്കെ +2 പഠിക്കാനുണ്ട്, കുറച്ച് കാര്യങ്ങൾ +1 പഠിക്കാനുണ്ട്. ദെൻ ബിസിനസ് കമ്മ്യൂണിക്കേഷൻ അങ്ങനെയാണ്. കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ലേറ്റസ്റ്റ് 6 മന്ത്സിലുള്ള ഡെവലപ്മെൻ്റ് ആണ് സാധാരണയായിട്ടും കൂടുതലായിട്ട് ചോദിക്കാനുള്ളത്. അത് നമ്മൾ വീഡിയോ ആയിട്ട് തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽസിലൂടെയും അല്ലാതെയൊക്കെ ആയിട്ട് നിങ്ങളോട്ട് എത്തിക്കുന്നുണ്ടാവും. ദെൻ ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ ഇറക്കുന്ന ബുള്ളറ്റിൻ എന്ന് പറഞ്ഞിട്ടൊരു വ്യക്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു സംഭവം ഇറക്കാറുണ്ട്. അതും കൂടെ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ളതാവും. അപ്പോൾ അതിന് ബേസ് ചെയ്തിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് എന്നുള്ളതാണ്. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഇതിലൊന്നും +1ലും +2ലും പഠിക്കാനില്ലേ എന്ന് നോക്കേണ്ടത്. ഇത് അതിൻ്റെ മുന്നത്തെ കാര്യങ്ങളേ ഉള്ളൂ. നോക്കൂ, ഇവിടെയുള്ള കാര്യങ്ങൾ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ നമ്പേഴ്സ്, ഡെസിമൽ ഫ്രാക്ഷൻ, കമ്പ്യൂട്ടേഷൻ ഓഫ് ഹോൾ നമ്പർ, പെർസെൻറ്റേജ്, റേഷ്യോസ്, സ്ക്വയർ റൂട്ട്, ആവറേജ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ അത് നമ്മൾ മുൻ ക്ലാസ്സുകളിൽ പഠിച്ച കാര്യങ്ങളാണ്. +1നും +2 ഇതിൻ്റെയൊക്കെ ഹയർ ലെവലാണ്. അപ്പോൾ അതിലേക്കാരും കുറച്ചും കൂടി ഈസി ആയിട്ടുള്ള ഏരിയ ആണ് നമുക്കിത് പഠിക്കാനുള്ളത് എന്നുള്ളതാണ് ഇത് നമുക്ക് മനസ്സിലാവുന്നത്. പിന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എങ്ങനെയായിരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുക, അപ്പോൾ ഓരോ ദിവസവും നിങ്ങൾ എന്ത് കാണണം, എത്ര മണിക്കൂർ കാണണം എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഷെഡ്യൂൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലോട്ട് വരുന്നുണ്ടാവും. ഷെഡ്യൂൾ ഇൻക്ലൂഡിങ് ക്ലാസ് ഉണ്ടാവും, മെൻറ്റർഷിപ്പ് ഉണ്ടാവും, ഡെയിലി ക്ലാസ് ഷെഡ്യൂൾസ് ഉണ്ടാവും, ടെസ്റ്റുകളുടെ ഡീറ്റെയിൽസ് ഉണ്ടാവും, ട്രിപ്ലൈ ആപ്പ് വഴി നിങ്ങൾക്ക് എക്സാംസ് നടക്കുന്നുണ്ടാവും. അതിൻ്റെ റിസൾട്ട് നിങ്ങളുടെ ഫൈനലി സബ്മിറ്റ് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളോട്ട് അതിൻ്റെ റിസൾട്ട് വരുന്നുണ്ടാവും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമുക്ക് ഈ ഒരു കോഴ്സിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക. ദെൻ ICSI പറഞ്ഞു, ICSI തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യ തന്നെ നിങ്ങൾക്ക് മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുമെന്ന് പറഞ്ഞു. എന്നാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് അതായത് ട്രിപ്ലൈ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് വർക്ക് ബുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വർക്ക് ബുക്കിൽ ICSIയുടെ അനുസരിച്ച് അതിൻ്റെ ബുക്ക് ഉണ്ടല്ലോ, അതിൻ്റെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് വർക്ക് ബുക്ക്. അപ്പോൾ അത് കുറച്ചും കൂടി ഈസി ആയിട്ട് കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുന്ന രീതിയിലാണ് അത് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ അതിൽ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും സ്റ്റഡി മെറ്റീരിയൽ ക്വസ്റ്റ്യൻസ് ഒക്കെ അവൈലബിൾ ആയിരിക്കും. ഇനി മെൻറ്റർഷിപ്പ് ഞാൻ പറഞ്ഞു, മെൻറ്റർഷിപ്പ് എന്ന് പറഞ്ഞാൽ CSET ആൾറെഡി എഴുതിയിട്ടുള്ള, എക്സിക്യൂട്ടീവ് എഴുതിയിട്ടുള്ള കുട്ടികളായിരിക്കും, മെൻറ്റേഴ്സ് ആയിരിക്കും നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നുണ്ടാവുക. അപ്പോൾ അവർ നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട് കൺഫ്യൂഷൻസ് ഒക്കെ തീർക്കാനും നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയറൻസിനൊക്കെ നിങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. ട്വൈസ് നിങ്ങൾ +1 +2 പഠിക്കുന്നതുകൊണ്ട് തന്നെ +2ൻ്റെ ക്ലാസ്സും കൂടെ കൺസിഡർ ചെയ്തിട്ട് +1ൻ്റെ ക്ലാസ്സും കൂടെ കൺസിഡർ ചെയ്തിട്ട് ഒരു മാസത്തിൽ 2 പ്രാവശ്യമെങ്കിലും നിങ്ങൾക്ക് ലൈവായിട്ടുള്ള മെൻറ്റർഷിപ്പ് ഉണ്ടാവും. മന്ത്ലി എക്സാം പ്ലാൻസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. നിങ്ങളുടെ വാല്യുവേഷൻ അനുസരിച്ച് നിങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫീഡ്ബാക്ക് ഒക്കെ നിങ്ങൾക്ക് തരുന്നുണ്ടാവും. വാട്സാപ്പിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട്സ് അവർ ക്ലിയർ ചെയ്യുന്നുണ്ടാവും. ഇൻ അഡീഷൻ ടു ദിസ് ലൈവ് മെൻറ്ററിങ് സെഷൻ നിങ്ങൾക്കത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇതായിരിക്കും ഒരു ഹോൾ പാക്കേജ് ആയിട്ട് +1 +2ൻ്റെ കൂടെ തന്നെ CS കമ്പനി സെക്രട്ടറി എന്നുള്ള ഈ ഒരു കോഴ്സ് അല്ലേ, ഈ ഒരു വളരെ റെക്കഗ്നൈസ് ആയിട്ടുള്ള എൻഡ്ലെസ് ഓപ്പർച്യൂണിറ്റീസ് ആയിട്ടുള്ള ഈ ഒരു കോഴ്സ് പഠിക്കാൻ നിങ്ങളെ ട്രിപ്ലൈ വഴിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് +1 +2നോടൊപ്പം തന്നെ ഇത് പഠിക്കാം. കുറച്ചും കൂടെ റിലാക്സ് ചെയ്തിട്ട് പഠിക്കാൻ പറ്റും. നിങ്ങൾക്ക് +2 എക്സാം കഴിയുമ്പോഴേക്കും അടുത്ത സ്റ്റേജ് ആയിട്ടുള്ള എക്സിക്യൂട്ടീവിലോട്ട് എത്താൻ പറ്റും. അതാണ് ഈ ഒരു പ്രോഗ്രാമിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്ന. ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ പറഞ്ഞു, കമ്പനി സെക്രട്ടറി ഇൻസ്റ്റിറ്റ്യൂട്ട് ICSI പറഞ്ഞതുപോലെ തന്നെ ഡോണ്ട് വെയിറ്റ്, ജോയിൻ നൗ. ഓക്കെ, അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.